ബ്യൂട്ടിഫുൾ ഡാർലിംഗ്. നിന്നെ ഇങ്ങനെ കണ്ടപ്പോ തൃപ്തിയായി എനിക്ക്. ബൈ ദ ബൈ, ഹൗ ഡു യു ഡു നൗ? ഓ സോറി സോറി, ഐ എം സോറി. സുഖമില്ലെന്ന് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ? ഫേറ്റ്. അതന്നെ. എന്നാലേ നിന്നോടിപ്പൊ ഞാൻ പറഞ്ഞു തരാം നിന്റെ അവസ്ഥ എന്താണെന്ന്. പറയട്ടെ. ശവം. അവസാന ശ്വാസം മാത്രം വിട്ടുപോവാൻ ബാക്കിയുള്ള ഒരു ശവം. മിയോ ഡെഡ് ബോഡി. എന്റെയും അരവിന്ദിന്റെയും നിശ്ചയം നടത്താൻ നീ ക്ഷേത്രത്തിൽ വന്ന് കള്ളം പറഞ്ഞു. പക്ഷെ അതിന് നീ വലിയ സൗജന്യമായിട്ടൊന്നും കാണണ്ട. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ട് വന്ന് തൃച്ചംബരത്തെ ചെന്നേനെ. കാരണം തൃച്ചംബരത്തെ മരുമകൾ പട്ടം എനിക്ക് ലോട്ടറിയാ, ബമ്പർ. ഞാനത് വിട്ടുകളയില്ല ഒരിക്കലും. ഏതായാലും നീ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. പറഞ്ഞ ദിവസം തന്നെ എന്നെയും അരവിന്ദനെ കൊണ്ട് നീ നിശ്ചയത്തിന് സമ്മതിപ്പിച്ചില്ലേ? കൊള്ളാം, എക്സലന്റ്. പക്ഷേ എനിക്ക് തന്ന വാക്കിപ്പോഴും കട. പൂർണ്ണമായി നീ ഇനിയും അത് പാലിച്ചിട്ടില്ല. ഓർമ്മയുണ്ടല്ലോ? ഇല്ലെങ്കിൽ ഓർമ്മ വേണം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ മാഡം, ഹലോ. കഷ്ടം. എന്തിനാടി ഭൂമിക്കൊരു ഭാരമായിട്ട് ഇങ്ങനെ ജീവച്ഛവം പോലെ കിടക്കുന്നത്? ചത്ത് തൊലഞ്ഞൂടാ നിനക്ക്? നീ ചത്താലേ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടും. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി സ്വന്തം രക്തം തന്ന് നിന്നെ രക്ഷിക്കണമെങ്കിൽ ആ മനസ്സിൽ എവിടെയോ നീ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് തീർച്ച. അതുകൊണ്ട് ഇനി നിന്നെ ഈ മുറിയിന്ന് ജീവനോടെ വിട്ടാ അത് ആപത്താ. ബെറ്റർ യു ഡൈ. നിന്റെ ശവം എടുക്കാൻ ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ, സന്തോഷായില്ലേ നിനക്ക്? നിനക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അരവിന്ദ് എന്നെ ഓരോ തവണയും ഒഴിവാക്കുമ്പോഴും ഞാൻ അവന്റെ പുറകെ പോയത് അവനോടുള്ള പ്രേമം മൂത്തിട്ടൊന്നും അല്ല കേട്ടോ. തൃച്ചംബരത്തെ മരുമകളായി അഖിലാണ്ടേശ്വരിയുടെ ചെങ്കോലും കിരീടവും എനിക്ക് സ്വന്തമാക്കാനാ. അതിനു വേണ്ടി മാത്ര. ഇന്ന് അഖിലാണ്ടേശ്വരിയുടെ പേര് കേൾക്കുമ്പോ എല്ലാരും ഭയക്കുന്നത് പോലെ നാളെ എന്റെ പേര് കേൾക്കുമ്പോ അഖിലാണ്ടേശ്വരി വേണം ഭയക്കാൻ. ഭയപ്പെടുത്തും ഞാൻ. എന്റെ സ്വീറ്റ് റിവെഞ്ച് ആണത്. എനിക്ക് മനസ്സിലായ ചില സത്യങ്ങളുണ്ട് അവിടെ. ആനന്ദ് കൃഷ്ണൻ വലിയ ബിസിനസ് മാഗ്നറ്റാ. ആരും ഒറ്റ നോട്ടത്തിൽ അവനെ സ്വന്തമാക്കാൻ കൊതിക്കും. എന്റെ കണ്ണിൽ അവൻ അമ്മയുടെ ചൊൽപ്പടിക്ക് വളരുന്ന വെറും ഒരു കോന്തൻ മാത്രം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ, അമ്മ വരച്ച വര താണ്ടാൻ ധൈര്യമില്ലാത്ത വെറും ഒരു ഇഡിയറ്റ്. പക്ഷെ ഇളയവൻ അരവിന്ദില്ല. ആ പെണ്ണുപിടിയ അവൻ കൊള്ളാം, ഉഷിരുള്ളവനാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ വരെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ഒരു ന്യൂജൻ യോയോ. പക്ഷെ അവന്റെ മനസ്സിൽ നീയാ കേറി പറ്റിയത്. അവിടെ നിന്ന് നിന്നെ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് എന്റെ ലക്ഷ്യം നേടാൻ. അതിനുവേണ്ടി എനിക്ക് അവനെ കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെ തൃച്ചംബരത്തെ അധികാരം എനിക്ക് പിടിച്ചടക്കാൻ നീ ഒരു ബലിമൃഗം ആയേ പറ്റൂ. മഹത്തായ ത്യാഗം സ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നിന്നെ അങ്ങ് കൊല്ലാൻ പോവാ. ഒരുപാട് വേദനിപ്പിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട്, ഒരു തരം മേഴ്സിക്കില്ലേ, ഇങ്ങനെ.
അയ്യോ. നീ എന്താ ഇവിടെ? ഞാൻ കല്യാണിയോട് നന്ദി പറയാൻ വന്നതാ. കല്യാണി കാരണല്ലേ അരവിന്ദ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതെനിക്ക് മറക്കാൻ പറ്റുമോ? പക്ഷെ വന്ന് നോക്കിയപ്പോ കല്യാണിക്ക് റെസ്പോൺസേ ഇല്ല. അതുകൊണ്ട് തിരിച്ചു പോകാൻ ഇറങ്ങുമായിരുന്നു. എന്നാൽ അരവിന്ദ് ഇരിക്കെ, ഞാന് കമ്പനിയിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോവാ. ഐം ലേറ്റ്. ഓക്കെ. കല്യാണി, ഞാനിന്ന് ആദ്യമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കല്യാണിയെ പഴയ രീതി തരണേന്ന്. പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എനിക്ക് കിട്ടിയ സിഗ്നൽ. ഞാനത് നിന്റെ അടുത്തൊരു പരീക്ഷണം നടത്തുക. നീ എന്നും പ്രാർത്ഥിച്ച് നിന്റെ ദൈവങ്ങൾ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഉടൻ കണ്ണു തുറക്കും. ഓൾ ദ വെരി ബെസ്റ്റ് കല്യാണി. കല്യാണി, 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 ഒന്ന് കണ്ണു തുറക്കുക കല്യാണി. കല്യാണി, കല്യാണി, നോക്ക്, അനിയൻ കുഞ്ഞാ. ദൈവമേ, നിങ്ങൾ കുറച്ച് സമയം പുറത്തേക്ക് നിൽക്കും. ആ ശരി ഡോക്ടർ. സിസ്റ്റർ, വേഗം ഇഞ്ചക്ഷൻ എടുക്കും. ശരി ഡോക്ടർ.
യെസ് മാഡം. ബാക്കി നാളെ ആവട്ടെ. എന്തോ മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല. ശരി മാഡം. അഖിലേ, എന്തു പറ്റി അഖിലേ? മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണെന്ന് തോന്നുന്നല്ലോ. അറിയോ? ഓക്കെ? അല്ല കൃഷ്ണേട്ടാ, ഞാൻ ആ കല്യാണിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഞാൻ ചില നിർബന്ധ ബുദ്ധികളൊക്കെ കാണിച്ചപ്പോ തെറ്റുപറ്റിപ്പോയോന്ന് എനിക്കൊരു തോന്നൽ. ഏയ്, ഒരിക്കലുമില്ല. കല്യാണിക്ക് ഇത് സംഭവിക്കേണ്ടതായിരുന്നു എന്ന് കരുതിയാൽ മതി. കേട്ടിട്ടില്ലേ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അങ്ങേര് തീരുമാനിക്കുന്നതേ നടക്കൂ, അത് സമയത്തിന് നടക്കുകയും ചെയ്യും. യു ജസ്റ്റ് റിലാക്സ്, ഓക്കെ? ഹലോ ബ്രോ, ദൈവമുണ്ട് കേട്ടോ, ദൈവമുണ്ട്. വാട്ട്? നീ എന്തൊക്കെയാ പറയുന്നേ? വാട്ട് ഹാപ്പൻഡ്? മിറാക്കിൾ ഹാപ്പൻ. കല്യാണി കണ്ണൂർന്നു. ബോധം വന്നു അവൾക്ക്. സത്യം? സത്യം. നിന്നോട് ആരാ പറഞ്ഞേ? നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ ബ്രോ, ഇങ്ങോട്ട് വാ. ഇനിയല്ല ഡോക്ടർ പറയും. ഞാൻ ദേ എത്തിക്കഴിഞ്ഞു. എന്തായാലും സന്തോഷമായി. കല്യാണി ഇത്രയും പെട്ടെന്ന് നോർമൽ സ്റ്റേജിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. നീ പറഞ്ഞതുപോലെ ഇറ്റ്സ് റിയലി എ മിറാക്കിൾ. പാവം ദാസേട്ടന്റെ നല്ല മനസ്സിന്റെ വേദന ദൈവം കണ്ടു കാണും. ഓ, അത് ശരി. അപ്പൊ നമ്മളെ പ്രാർത്ഥന വേസ്റ്റ് അല്ലേ? അത് പോറായിപ്പോയി. ഹേയ്, ഞാനാരെയും ചെറുതാക്കാൻ പറഞ്ഞല്ലേ. നല്ലവരെ ദൈവം എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും, പക്ഷേ കൈവിടില്ല. ഏതായാലും രാവിലെ കല്യാണിക്ക് സുഖമായി അറിഞ്ഞപ്പോ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. ശരി, നീ വെച്ചോ, ഞാൻ താഴെ പോയി കാര്യം പറയട്ടെ. ശരി ബ്രോ, ഓക്കെ. അമ്മേ, അച്ഛാ, കല്യാണിക്ക് ബോധം തിരിച്ചു കിട്ടിയെന്ന്. ഇപ്പൊ അരവിന്ദ് വിളിച്ചതേ ഉള്ളൂ. ഇപ്പൊ എന്ത് പറയുന്നു? എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എത്ര പെട്ടെന്ന് കല്യാണി സുഖപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. നിന്റെ കൂടെ പ്രാർത്ഥന ഫലിച്ചതാണ് ഇവിടെ റീസൺ. അതെ കൃഷ്ണേട്ടാ, മനസ്സ് നൊന്താ ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവം അതിന്റെ ഫലം തരുകയും ചെയ്തു. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എനിക്ക് കല്യാണം ഒന്ന് കാണണമെന്നുണ്ട്. കമല, ചെക്കുകൾ ഓഫീസിൽ കൊണ്ടുപോണ്ട, ഇവിടെ വച്ചേക്ക്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് നോക്കാം. വെറുതെ അതിന് പെൻഡിങ് ആക്കണ്ട. ശരി മാഡം. വാ, എനിക്ക് അവളെ കാണാൻ ധൃതിയായി. ഇറങ്ങാം നമുക്ക്. ആനന്ദ്,
ഡോക്ടർ, കല്യാണിക്ക് കല്യാണി കോമ സ്റ്റേജിൽ നിന്നും പൂർണ്ണമായും തിരികെ വന്നു. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഇത്ര പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടറായ ഞാൻ പോലും കരുതിയില്ല. ഇനി പേടിക്കാനൊന്നുമില്ല. ആള് ഇപ്പോ ഒരു മയക്കത്തില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. മോളെ കല്യാണി, കല്യാണി കണ്ണൂർ നോക്കി ധാരാ വന്നിരിക്കുന്നുണ്ടോ? ചേച്ചി കണ്ണൂർക്ക് ചേച്ചി. ഇപ്പൊ ഒരുപാട് സ്ട്രെയിൻ എടുപ്പിക്കണ്ട. ലെറ്റ് ഹെർ ടേക്ക് ഹെർ ഓൺ ടൈം. പതുക്കെ ഉണർന്നോളൂ. ഓ, മോളെ കല്യാണി, അരവിന്ദ് നന്ദനെ കല്യാണം കഴിക്കാന്ന് സമ്മതിച്ചു. സന്തോഷായില്ലേ നിനക്ക്? അങ്ങനെ നീ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുക. കല്യാണി ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട, കിടന്നോളൂ. കല്യാണി റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പുറത്തിറങ്ങാം. വാ. അനിയൻ കുഞ്ഞിനെയും നന്ദന മേഡത്തിനെയും ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കും ഞാൻ. ഇത് കല്യാണിയുടെ വാക്കാ. അത് നടന്നില്ലെങ്കിൽ കല്യാണി പിന്നീട് ഈ ലോകത്തുണ്ടാവില്ല. മോളെ മോൾക്ക് സന്തോഷമായില്ലേ? എന്താ ദാസേത്, ഇപ്പൊ കരയാണോ വേണ്ടത്? കല്യാണിയെ എന്റെ അഖിലയിലൂടെ ദൈവം തിരിച്ചു തന്നിരിക്കുകയാണ്. സന്തോഷിക്കണോ? കല്യാണിയെ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യും. എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾ നോക്കിക്കോളൂ. സാറേ, ഏത് ജന്മത്തിലാ ഞാൻ ഈ കടങ്ങളൊക്കെ? കടങ്ങൾ ഞാനാണ് ദാസെ വീട്ടേണ്ടത്. ഞാനിപ്പോ ജീവനോടെ നിൽക്കുന്നതിന്റെ കാരണം തന്നെ ഇവളാ. അഖിലയ്ക്ക് അതറിയാം. അഖിലയ്ക്ക് മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തർക്കും.